From the ashes of fear, a hero rose, a young spirit, forged in the fires of adversity. I don't ever slow up, no I don't take shit, I got no love. With every swing of a spear, Kale ഹായ് ഗൈസ്, ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുള്ള AI പ്ലാറ്റ്ഫോമുകളിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലാറ്റ്ഫോം എന്ന് പറയാം. അതാണ് LTX സ്റ്റുഡിയോ. LTX സ്റ്റുഡിയോ എന്ന് വെച്ചാൽ ടെക്സ്റ്റ് പ്രോംപ്റ്റ് വീഡിയോ ആക്കി മാറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതും തികച്ചും ഫ്രീ ആണ്. നോർമൽ AI പ്ലാറ്റ്ഫോം പോലെ ഒരു ജസ്റ്റ് വീഡിയോ അല്ല, ലൈക്ക് ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആക്കി മാറ്റുക. അതായത് ഒരുപാട് സീനും ഒരുപാട് ക്യാരക്ടറും അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു AI പ്ലാറ്റ്ഫോമാണിത്. അപ്പം ഞാനിത് ടെസ്റ്റ് ചെയ്ത് ഒരു വീഡിയോ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തു നോക്കി, പക്ഷേ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് മാത്രം ഞാനിത് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് പോകാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഈ സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്ക് വഴി ഈ സൈറ്റിലേക്ക് കയറുക. അപ്പോൾ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് ലിങ്ക് ചെയ്യുക. എൻ്റെ ഒരു അക്കൗണ്ട് വെച്ചിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു അക്കൗണ്ട്, നിങ്ങൾ ഉപയോഗിക്കാത്തൊരു അക്കൗണ്ടോ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് മാത്രം മതി. മെയിൻ അക്കൗണ്ട് യൂസ് ചെയ്യണമെന്നില്ല. എഗ്രി കൊടുക്കുക, കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അപ്പോൾ ഇതിൽ നമുക്ക് ഞാൻ കൊടുക്കുന്നത് ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ പ്ലേസ് ഓഫ് വർക്ക് ക്രിയേറ്റീവ് സ്റ്റുഡിയോ. വാട്ട് വിൽ യു ക്രിയേറ്റ് വിത്ത് LTX സ്റ്റുഡിയോ? ഒരു ഷോർട്ട് ഫിലിം അത് ഞാൻ കൊടുത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കണ്ടൻറ്റെന്നോ എന്തുവേണമെങ്കിലും കൊടുക്കാം. ഞാൻ ഇത് രണ്ടും സെലക്ട് ചെയ്തു. ഇപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ചെയ്യും. ഇവിടെയാണ് നമ്മളിനി കൊടുക്കാൻ പോകുന്നത്. ന്യൂ പ്രോജക്റ്റ് സെലക്ട് ചെയ്തു. ഇവിടെയാണ് നിങ്ങളുടെ പ്രോംപ്റ്റും നിങ്ങളുടെ സിനിമ എങ്ങനെ വേണമെന്നോ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം എങ്ങനെ ആവണമെന്നൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. എത്ര ക്യാരക്ടേഴ്സ് വേണം, ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ഇരിക്കണം, എന്താണ് സ്റ്റോറി, ഇതൊക്കെ ഇവിടെ വേണം. നിങ്ങൾക്ക് വേണമെങ്കിൽ AI ഹെൽപ്പ് ചോദിക്കുക. ഇപ്പോൾ ChatGPT അങ്ങനെ കുറേ ജെമിനി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് AI ഉണ്ട്. അവരോട് നിങ്ങളുടെ ഐഡിയാസ് പറഞ്ഞു കൊടുത്താൽ അവർ തന്നെ ഒരുപാട് പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അത് വേണമെങ്കിൽ കോപ്പി ചെയ്ത് ഇവിടെ ഇട്ടാൽ മതി. ഇവിടെയാണ് നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുന്നത്, സ്റ്റോറി പ്രോംപ്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ കൊടുക്കുന്നോ അതനുസരിച്ചാണ് നമുക്ക് LTX സ്റ്റുഡിയോ വീഡിയോ, സിനിമാറ്റിക് വീഡിയോ ആണെങ്കിലോ കൊമേഴ്ഷ്യൽ വീഡിയോ ആണെങ്കിലോ അതുണ്ടാക്കി തരുന്നത്. ഇവിടെ നമ്മൾ നല്ല രീതിയിൽ കൊടുത്താൽ അതനുസരിച്ചിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. ഞാൻ ഉപയോഗിച്ചത് നമുക്ക് ഡയറക്റ്റായിട്ട് പ്രോംപ്റ്റ് സീൻ ബൈ സീൻ കൊടുക്കാൻ ടൈപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ ഐഡിയാസും കാര്യങ്ങളും ഇപ്പോൾ ഒരുപാട് AI പ്ലാറ്റ്ഫോം ഉണ്ട്. കോപ്പൈലറ്റ്, ജെമിനി. ഞാൻ ഇപ്പം കോപ്പൈലറ്റ് ഉപയോഗിച്ചിപ്പോൾ തൽക്കാലത്തേക്ക് I want a scene by scene prompt for making as in 60 seconds സിനിമാറ്റിക് വീഡിയോ വാർ ഓഫ് 2 ആർമീസ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ പ്രോംപ്റ്റ് എന്തായാലും ഇവിടെ എഴുതി കാണിക്കും. ഇത് കോപ്പി ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് മോർ ഡീറ്റെയിലിംഗ് കൊടുക്കുക. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള പ്രോംപ്റ്റ് AI നിങ്ങൾക്ക് വരും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം. അപ്പോൾ ഞാനൊരു സ്റ്റോറി എടുത്ത് അതിവിടെ കൊടുക്കുന്നുണ്ട്, പ്രോംപ്റ്റ് ബൈ പ്രോംപ്റ്റ്. അപ്പോൾ സ്പെഷ്യൽ റിക്വസ്റ്റിൻ്റെ അവിടെ ഞാൻ സിനിമാറ്റിക് മോഡ് കൊടുക്കുന്നു, ഷോർട്ട് ഫിലിം കൊടുക്കുന്നു. ഓവറോൾ സ്റ്റൈല് ഞാൻ എൻ്റെ സ്റ്റോറി ബേസിൽ അഡ്വഞ്ചർ ഉണ്ട്, ഫാമിലി വരുന്നുണ്ട്, അതുപോലെ ഒരു ത്രില്ലർ ആയിരിക്കും, ഒരു ഹൊറർ ഫിലിം, ഇത്രയും കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ടോൺ ഏതാണെന്ന് കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ സ്റ്റോറി ബേസിൽ സീരിയസ് ആണ്, ഒരു സസ്പെൻസ്ഫുള്ള്, ഒരു ഡാർക്ക്. എൻ്റെ സ്റ്റോറി ബേസിൽ ഇത് മൂന്നും വരാൻ ചാൻസ് കൂടുതലാണ്. ഐ മീൻ വരും. അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ സ്പീച്ചിൽ ആഡ് വോയിസ് ഓവർ കൊടുക്കുക, അത് നല്ലതായിരിക്കും. ബാക്ക്ഗ്രൗണ്ട് ഒരു വോയിസ് ഓവർ എപ്പോഴുള്ളത് സ്റ്റോറിക്ക് നല്ല രസമായിരിക്കും. ഇടയ്ക്ക് ഇപ്പോൾ മമ്മൂട്ടിയൊക്കെ ഓരോ മലയാള സിനിമേൻ്റെ ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഓവർ ചെയ്യുന്നു, കേൾക്കാൻ സുഖം. അപ്പോൾ അടുത്ത വിൻഡോയിലേക്ക് പോവുക. സ്റ്റോറി, അതായത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഷോർട്ട് ഫിലിമിൻ്റെ പേരാണ് ദ ഐസ് ഏജ് ഹീറോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ കൊടുത്ത ഇത് ഷോർട്ട് ഫിലിം, അഡ്വഞ്ചർ, ഹീറോയിസം, അങ്ങനെ ഒരു ഇതാണ് ഈ സ്റ്റോറി ലൈനപ്പ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടേഴ്സിൻ്റെ നെയിം എഡിറ്റ് ചെയ്യാം. അങ്ങനെ ആവശ്യമുള്ള കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ അതിനൊന്നും നിൽക്കുന്നില്ല, നെക്സ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെയാണ് നമ്മുടെ ക്യാരക്ടേഴ്സ് വരിക, അത് ലോഡായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആസ്പെക്ട് റേഷ്യോ ഏത് വേണമെന്ന് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാനിപ്പോൾ 16:9 കൊടുക്കുക. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ അങ്ങനത്തെ പ്ലാറ്റ്ഫോം ഉപയോഗിക്കണമെങ്കിൽ വെർട്ടിക്കലി 9:16 കൊടുക്കുക. പിന്നെ വീഡിയോ സ്റ്റൈല്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ സ്റ്റൈൽ, ഇത് ഒരുപാട് സ്റ്റാൻഡേർഡ് ഉണ്ട്,
ഫിലിം നയർ ഉണ്ട്, അനിമേ ഉണ്ട്, സിനിമാറ്റിക് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം എനിക്ക് വേണ്ടത് സിനിമാറ്റിക് കൊടുക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റൈൽ റെഫറൻസ് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിലൊരു ഇമേജ് ഉണ്ടെങ്കിൽ അത് വെച്ച് അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ സിനിമാറ്റിക് ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഇപ്പോൾ അത് നോക്കുന്നില്ല. ഞാൻ ഇപ്പോൾ കാസ്റ്റിലേക്ക് പോവാം. ഇതാണ് എൻ്റെ 3 കാസ്റ്റിംഗ്. 3 പേരുടെയും പേര് ടൊറാക്ക്, അന്യ, ഹെയിൽ. അപ്പോൾ ഇവർക്ക് നമുക്ക് ഫേസ് സ്വിച്ച് ചെയ്യാം. ഇതിനകത്ത് ഏറ്റവും നല്ലൊരു സാധനം കാണുന്നത് ഈ ഒരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്കിഷ്ടമുള്ള ഇമേജ് സ്വിച്ച് ചെയ്യാം ഈ ക്യാരക്ടറായിട്ട്. പിന്നെ അതിനകത്ത് ഇവരുടെ ഡ്യൂപ്ലിക്കേറ്റ് ക്യാരക്ടർ ഉണ്ടാക്കുക, എഡിറ്റ് ചെയ്യാം, നമ്മുടെ നെയിം എഡിറ്റ് ചെയ്യാം, ഏജ് എഡിറ്റ് ചെയ്യാം, എങ്ങനെ വേണം ലുക്ക്, അപ്പിയറൻസ്, ക്ലോത്തിങ് സ്റ്റൈല്, മെയിൻ ഔട്ട്ഫിറ്റ്, വോയിസ്, ഇതെല്ലാം നമുക്കിവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റും. എല്ലാ ക്യാരക്ടറിൻ്റെയും നമുക്ക് എഡിറ്റ് ചെയ്യാം. നമുക്കിനി ക്യാരക്ടർ എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ, നമ്മുടെ ഇഷ്ടത്തിന് ഒന്നും കൂടെ ആഡ് ചെയ്യണമെങ്കിൽ നമുക്കതും ആഡ് ചെയ്യാം. ആഡ് ക്യാരക്ടർ കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ രീതിയിൽ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ഓൾറെഡി നമുക്കതൊരു ക്യാരക്ടറായിട്ട് അവരാക്കി തരും. അപ്പം ഞാൻ നെക്സ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനൊരു വിൻഡോയാണ് വരുന്നത്. അപ്പം ഇവിടെയാണ് നമ്മുടെ സീനും കാര്യങ്ങളെല്ലാം കാണിക്കുക. ഐസേജ് കാര്യങ്ങളും സംഭവങ്ങളാണ്. അപ്പം കണ്ടാൽ തന്നെ തിരിയും, കുറേ മഞ്ഞും കാര്യങ്ങളും ആൾക്കാരും. ഇതാണ് എൻ്റെ സ്റ്റോറി ബേസ്ഡ് ഒരു ഷോർട്ട് ഫിലിം ടൈപ്പ് വന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് സീനിൽ ദ പീസ്ഫുൾ വില്ലേജ് എന്ന് പറഞ്ഞ സീനിൽ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സീൻ വരുന്നത്. ഇവിടെ നമുക്ക് മോഷൻ കൊടുക്കാം, മോഷൻ എഡിറ്റർ കൊടുത്താൽ ഇതാണ് ഇമേജ്. ഇത് നമുക്ക് മോഷൻ ആക്കാം. അതായത് ഇവിടെ നമുക്ക് എങ്ങനെയാണ് ഷോട്ട് വേണ്ടത്, വൈഡ് ഷോട്ട് വേണോ, ക്ലോസപ്പ് വേണോ, മീഡിയം ഷോട്ട് വേണോ, ഇതെല്ലാം സെലക്ട് ചെയ്യുക. ഞാൻ വൈഡ് ഷോട്ട് തുടക്കം തന്നെ ആയതുകൊണ്ട് വൈഡ് ഷോട്ട് തന്നെ സെലക്ട് ചെയ്ത്, പിന്നെ ഷോട്ട് ലൊക്കേഷൻ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ വിൻ്റർ, ഏർലി മോർണിംഗ്, ബ്രൈറ്റ്, നാച്ചുറൽ സൺലൈറ്റ്, അത് നമുക്ക് വേണ്ട സൺലൈറ്റ് വേണമെങ്കിൽ നൈറ്റ് വേണമെങ്കിൽ നൈറ്റ് അങ്ങനെ കൊടുക്കുക. പിന്നെ ഷോർട്ട് സ്റ്റൈൽ എങ്ങനെ വേണം, സിനിമാറ്റിക്, അത് എപ്പോഴും സിനിമാറ്റിക് ആയിരിക്കും നല്ലത് നമ്മളൊരു സ്റ്റോറി ബേസ്ഡ് ആണെങ്കിൽ. പിന്നെ ക്യാമറ കൺട്രോൾ എങ്ങനെ വേണമെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. പക്ഷേ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇത് ജനറേറ്റ് വീഡിയോ കൊടുക്കുമ്പോഴത്തേക്കും അത് ലോഡാവും. നമുക്ക് 4 ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏതാ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതിങ്ങനെ വേണോ ഫസ്റ്റ്, അത് സൈഡ് വൈസ് വേണോ, ഇങ്ങനെ വേണോ, ഏതാണെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാം. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഈ 3ാമത്തെയാണ്. ഞാനത് സെലക്ട് ചെയ്തു. ഒന്നുകൂടെ നമുക്ക് വലിയ സ്ക്രീനിൽ കാണാം. ഇറ്റ്സ് ലോ. അപ്പോൾ ഇത് സെലക്റ്റായി. അപ്പോൾ ഞാൻ സ്റ്റോറി ബോർഡിലേക്ക് പിന്നെ പോവാണ്. അപ്പോൾ ഇത് ഓൾറെഡി മോഷൻ ജനറേറ്ററായി. എല്ലാ സീനും നമുക്ക് മോഷൻ ജനറേറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാ സീനും മോഷൻ ജനറേറ്റ് ചെയ്തിട്ട് അതിനകത്തെ സീനുകളും കാര്യങ്ങളെല്ലാം നമ്മൾ എഡിറ്റ് ചെയ്യണം. നമ്മൾ സീനുകളെല്ലാം ക്ലിയർ ആയിട്ട് നോക്കി. ചില സീനിലൊന്നും ചിലപ്പോൾ മുഖമൊന്നും നമുക്ക് വൃത്തിയായിട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ അതെല്ലാം നമ്മൾ എഡിറ്റ് ചെയ്യണം. എല്ലാം ജനറേറ്റ് മോഷൻ കൊടുക്കുക. അപ്പോൾ അത് മോഷൻ ഇമേജ് ആവും. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത മോഷൻ വേണ്ടെന്ന് തോന്നിയാൽ നോർമൽ തന്നെ കൊടുക്കാം, ജനറേറ്റ് മോഷൻ ഒഴിവാക്കിയാൽ മതി. ഇപ്പോൾ സെക്കൻഡ് സീൻ വന്നു. അപ്പോൾ 11ാമത്തെ ഇമേജ് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ടൂൾസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക, ജനറേറ്റ് ഫില്ല് കൊടുക്കുക. ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കാര്യങ്ങൾ ആഡ് ചെയ്യാം. ഈ ടൂൾ വെച്ച്, ഈ ബ്രഷ് വെച്ചിട്ട് ആ സ്ഥലം മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ഫൈറ്റ് സീൻ കഴിഞ്ഞിട്ടുള്ള കാര്യമായതുകൊണ്ട് ഞാനിവിടെ ജസ്റ്റ് കയ്യിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അവിടെ മുറിവും കാര്യങ്ങളൊക്കെ വരണം. അപ്പം ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ജനറേറ്റ് കൊടുക്കുക. ഇവിടെ കയ്യിൽ പാട് വരാൻ തുടങ്ങി, മുറിവ് പാട്. അപ്പോൾ ഇത് വേണ്ടെങ്കിൽ ഒന്നുകൂടെ റീജനറേറ്റ് കൊടുത്താൽ വേറെ രീതിയിൽ കിട്ടും. അപ്പോൾ നമുക്കിത് ഇറേസ് ചെയ്യണമെങ്കിൽ ഇറേസർ സെലക്ട് ചെയ്യുക, എന്നിട്ട് അവിടെ കൊണ്ട് മായ്ച്ചാൽ മതി എവിടെ വേണ്ടെന്ന് വെച്ചാൽ. ഞാനിപ്പോൾ ഇത് കൊടുക്കുന്നു, ഡൺ കൊടുക്കുന്നു. അപ്പോൾ 6 സീനിൽ ഓൾമോസ്റ്റ് 10-60ഓളം ഷോട്ടുകൾ വരുന്നുണ്ട്. ഇതിനകത്ത് എല്ലാ സീനും നമുക്ക് വോയിസ് ഓവർ ചേഞ്ച് ചെയ്യണമെങ്കിൽ വോയിസ് ഓവർ ചേഞ്ച് ചെയ്യാം. ഇവിടെയാണ് സ്റ്റൈല് മാറ്റണമെങ്കിൽ ഇവിടുന്ന് മാറ്റാം. കാസ്റ്റ് നമുക്ക് മാറ്റണമെങ്കിൽ ആഡ് ക്യാരക്ടർ കൊടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് മാറ്റാം. അതുപോലെ സൗണ്ട് ട്രാക്ക് വേറെ വേണമെങ്കിൽ നമുക്കത് ചെയ്യാം. നമുക്കത് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം, ഇഷ്ടമുള്ള സൗണ്ട് ട്രാക്ക് അപ്ലോഡ് ചെയ്യാം. അടുത്തത് വോയിസ് ഓവർ. ഇത് നമുക്ക് ഇഷ്ടമുള്ള വോയിസ് ഓവർ കൊടുക്കാം. ഇത് നല്ല ഒരെണ്ണം കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് മനസ്സിലാവും.
ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത് വെച്ചാൽ ഇത് നമുക്ക് ജസ്റ്റ് കേട്ടോ. If one is lucky, a solitary fantasy can totally transform 1 million realities. ഞാൻ തൽക്കാലം I believe that we are. A modern man's man values respect and equality. സെലക്ട് ചെയ്യുന്നു, അപ്ലൈ കൊടുക്കുന്നു. അതുപോലെ ക്യാരക്ടർ ഇവിടെ ഏതാണെന്ന് വെച്ചാൽ വോയിസ് ഓവർ കൊടുക്കേണ്ട ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. ഞാൻ കൈൽ ജോൺസൺ തന്നെ കൊടുക്കുന്നു. പിന്നെ നമുക്കെല്ലാ സീനുകളിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് ശ്രദ്ധിച്ച് ഏതൊക്കെ മാറ്റം വരുത്തണോ അതെല്ലാം മാറ്റം വരുത്തിയിട്ട് ഇപ്പോൾ ഓരോ സീനിൽ ഓരോ ഇമേജ് എടുത്തിട്ട് അത് മോഷൻ ചെയ്തിട്ട് അത് കൊള്ളാവുമെന്ന് നോക്കിയിട്ട് വേണം അടുത്തതിലേക്ക് പോകാൻ. കുറച്ചുകൂടെ ബെറ്റർ അതായിരിക്കും. കാരണം ഞാൻ ഇപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല, ഇത് കാണിച്ചു തരുന്നുണ്ട്. എന്നിട്ട് പ്രിവ്യൂ കൊടുക്കുന്നു. ഇവിടെ 103 സ്റ്റാറ്റിക് ഷോട്ട് എന്ന് പറഞ്ഞ സാധനമില്ലേ, അതെല്ലാം ഞാൻ ജനറേറ്റ് ഓൾ കൊടുക്കുക. അപ്പോൾ ഈ 103 എണ്ണവും ഫോട്ടോസായിട്ടാണുള്ളത്, പിക്ചേഴ്സായിട്ടാണ്. അപ്പം അത് മോഷൻ ആകാൻ വേണ്ടിയിട്ടാണ് അതായത് 103 ഞാൻ ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് കുറച്ച് ടൈം പിടിക്കും. അപ്പോൾ അത് ജനറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത സ്റ്റെപ്പായിട്ട് പ്രിവ്യൂ കൊടുക്കുന്നു. In a time of ice and shadow, a young heart ignited a flame of courage. A darkness fell upon the land, a tempest of teeth and fur. The gentle rhythm of life was replaced by the chaos of survival. The air was thick with the cries of the wounded, the roar of the beasts and the clash of steel against bone. But from the ashes of fear, a hero rose, a young spirit, forged in the fires of adversity. With every swing of his spear, Cale defended not just his people, but the very essence of hope. In the heart of the Ice Age, a legend was born, a testament to the indomitable spirit that resides within us all. I don't ever slow up, no I don't take shit, I got no love for the fakeness. If you wanna play tough. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഷെയർ ബട്ടൺ ഉണ്ട്. ആ ഷെയർ ബട്ടൺ കൊടുത്തിട്ട് വീഡിയോ എന്ന് പറഞ്ഞ സാധനം ഡൗൺലോഡ് ചെയ്യുക. എഡിറ്റിംഗ് പാക്കേജ് വേണമെങ്കിൽ അങ്ങനെ രീതിയിൽ അതും ഡൗൺലോഡ് ചെയ്യുക. ഇതുപോലത്തെ ടെക് റിലേറ്റഡ് വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ ഗായ്സ്.